അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ റഹ്മാൻ എന്ന ഇസ്മിൻ്റെ മഹത്വമാണ്. ഈ റഹ്മാൻ എന്ന ദിക്റിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് പാത്രമാകുന്നൊരു ഇസ്മാണ്. ഇത് ചൊല്ലുന്നവരെ, ഇത് നിത്യമാക്കുന്നവരെ, കാണുന്നവരെല്ലാം അയാളോട് കാരുണ്യവും വാത്സല്യവും കാണിക്കും. അയാളിലേക്ക് അനുഗ്രഹത്തിൻ്റെ പെരുമഴ, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ അയാൾക്ക് തുറന്നു കൊടുക്കും. ഇനി പനിയുള്ളവൻ, മാറാത്ത പനിയുള്ളവൻ, പകർച്ചവ്യാധിയുള്ളവൻ ഈ റഹ്മാൻ എന്ന ഒരു ഇസ്മിനെ വെള്ളക്കടലാസിൽ എഴുതിയിട്ട് അത് വെള്ളത്തിലിട്ട് മായ്ച്ച് കുടിച്ചാൽ അവൻ്റെ എല്ലാ സകലമാന അസുഖങ്ങളും മാറുമെന്നാണ് മഹാനായ ഹിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. വെള്ളിയാഴ്ച അസർ നമസ്കരിച്ചതിന് ശേഷം കിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് യാ അല്ലാഹു യാ റഹ്മാൻ എന്ന് ഉരുവിട്ടിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു താല നൽകും. എന്താണോ നിൻ്റെ ആഗ്രഹം? ദുനിയാവിലെ വീട് വേണോ? ദുനിയാവിൽ സമ്പത്ത് വേണോ? ദുനിയാവിൽ കോടീശ്വരനാകണോ? ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ വേണോ? നിനക്ക് എന്തെല്ലാം പദവികളാണോ നീ ആഗ്രഹിക്കുന്നത്? അതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് നിൻ്റെ കാൽ കീഴിലേക്ക് എത്തും. വെള്ളിയാഴ്ച അസർ നമസ്കരിച്ചതിന് ശേഷം യാ അല്ലാഹു യാ റഹ്മാൻ എന്നുള്ള ഈസ്മ പതിവാക്കുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ.